മുറ്റത്ത് പെട്ടെന്ന് ഇങ്ങനൊരു രൂപം കണ്ട് ആരായാലും ഒന്ന് പേടിച്ചു പോകും അല്ലേ? പക്ഷേ ഇത് വേറെ ആരുമല്ല, കല്യാണം പ്രമാണിച്ച് ഫേഷ്യൽ ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട് മെഹന്തി ഇടാൻ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് പുറത്ത് നിർത്താണ്ട് പെട്ടെന്ന് തന്നെ ഉള്ളിലോട്ട് കയറിയിട്ട് ഞങ്ങൾ വർക്ക് തുടങ്ങി. ഒരു നോർമൽ ബ്രൈഡൽ ഹെന്ന ഡിസൈനാണ് അവൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആനക്ക് എന്തോ ഒരു പ്രശ്നമില്ലേ ഇല്ലേ? അങ്ങനെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഒരു കൈയിൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ചെയ്ത്. വർത്താനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ 5th തൊട്ടിട്ട് +2 വരെ ഒരുമിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ആരൊക്കെ പറ്റിയായിരിക്കും എന്തൊക്കെ പറ്റിയായിരിക്കും സംസാരിക്കാമെന്ന്. പിന്നെ 4 ആൾ കൂടുമ്പോൾ നിർബന്ധമായിട്ടുള്ളൊരു പ്രേതക്കഥയാണ്. ഞങ്ങളായിട്ട് പിന്നെ ആ പതിവ് തെറ്റിക്കണ്ടല്ലോ. അങ്ങനെ ഒരു സാധനത്തിന് വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അത് നേരിട്ട് അനുഭവം ഉണ്ടായപ്പോൾ ഭയങ്കര ഇതായി പോയി. അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് ഞങ്ങൾ 2 കൈയിൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഫ്രണ്ട് സൈഡിൽ ഒരു ചെറിയ ഡിസൈനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഫുഡിന് നമുക്ക് നല്ല ഹോം മെയ്ഡ് ബിരിയാണി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് എൻ്റെ അമ്മ അവിടെ കുടുംബം തെളിയിക്കാൻ നിൽക്കുന്നത്. സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത്. സന്ദീപിന്റെ വീട് എവിടെയാ? ലവല്ലിയുടെ വീടിന്റെ ഇപ്പുറത്ത്. അങ്ങനെ അതൊക്കെ ഒരുവിധം പറഞ്ഞൊപ്പിച്ച് ഒരു വീട്ടിലോട്ട് പറഞ്ഞയച്ച്. ഇനി കല്യാണ ദിവസത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളായിട്ട് വരുന്നവരെ ബായ്.